ഹായ്, ഞാൻ സായിദ് പയ്യന്നൂർ, സൈക്കോളജിസ്റ്റാണ്. ആൻസൈറ്റി സീരീസിലെ ഏറ്റവും പുതിയ വീഡിയോ ആണിത്. ഇന്ന് പറയാൻ പോകുന്നത് സ്ട്രെസ്സിനെ പറ്റിയാണ്. സ്ട്രെസ്സിനെ പറ്റി നമുക്ക് വിശാലമായിട്ട് തന്നെ നോക്കാം. എന്താണ് സ്ട്രെസ്സ്? ഒറ്റ വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, മാറുന്ന സാഹചര്യവുമായി പൊരുത്തപ്പെടാൻ നമ്മുടെ മനസ്സും ശരീരവും കഷ്ടപ്പെടുന്നതിനെയാണ് എന്ത് പറയാം? സ്ട്രെസ് എന്ന് പറയാം. അതൊന്നുകൂടി വിശാലമായി പറയാം. ഒരു സാഹചര്യം, ആ സാഹചര്യത്തിനെ നേരിടാനുള്ള റിസോഴ്സസോ കപ്പാസിറ്റിയോ നമുക്കില്ല. മാത്രവുമല്ല, അതിനെ നമ്മുടെ ബ്രെയിൻ പെർസീവ് ചെയ്യുക ഏറ്റവും വേസ്റ്റായിട്ടാണ്, മോശമായിട്ടാണ്. എങ്കിൽ ആ സമയത്ത് നമ്മൾ വല്ലാത്തൊരു പിരിമുറുക്കം അനുഭവിക്കും. അതിനെ തന്നെയാണ് സ്ട്രെസ് എന്ന് പറയാം. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ ഞാൻ വളരെ സിമ്പിളായിട്ടൊരു ഉദാഹരണം പറയാം. ഒരു ചെറുപ്പക്കാരൻ, അവൻ ഞായറാഴ്ച രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് കാണുന്നത് ശക്തമായ മഴയാണ്. അവനെ സംബന്ധിച്ച് അവന് എവിടെയും പോകാനില്ല, വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവൻ എന്താ ചിന്തിക്കുക? ഒരു കട്ടൻ ചായക്ക് കുടിച്ച് വരാന്തയിൽ ഇങ്ങനെ ഇരിക്കാം, മഴയും നോക്കിയിരിക്കാം. അതുമല്ലെങ്കിൽ കുറച്ചും കൂടി ഉറങ്ങാം. നേരെ മറിച്ച് മറ്റൊരു ചെറുപ്പക്കാരന് ഞായറാഴ്ചയാണ് ഇൻ്റർവ്യൂ ഫിക്സ് ആക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന് 10 മണിക്ക് എത്തണം. ആ സമയത്താണ് ശക്തമായ മഴ. ഇവൻ്റെ വീടാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉൾപ്രദേശത്താണ്. ടൗണിൽ എത്തണമെങ്കിൽ കുറച്ചധികം പോവേണ്ടതുണ്ട്. വാഹന സൗകര്യങ്ങളും ഇല്ല. ഇവൻ്റെ കയ്യിൽ കുടയുമില്ല. ഈ സാഹചര്യത്തിലാണ് മഴ ഇവൻ കാണുന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും പെർസീവ് ചെയ്യുക? അവൻ്റെ കപ്പാസിറ്റിക്ക് അപ്പുറമാണ് കാര്യങ്ങൾ, അവൻ്റെ റിസോഴ്സസിനും അപ്പുറമാണ് കാര്യങ്ങൾ. മാത്രവുമല്ല, അവൻ്റെ പെർസെപ്ഷൻ മിക്കവാറും എൻ്റെ ഈ ജോലി പോയാൽ എനിക്കൊരു ഭാവി ഇല്ലല്ലോ എന്നായിരിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ വ്യക്തിക്ക് വളരെ ഫ്രീ മൈൻഡ് ആയിരിക്കും, എന്നാൽ രണ്ടാമത്തെ വ്യക്തി അനുഭവിക്കുന്നത് സ്ട്രെസ് ആയിരിക്കും. ഈ സ്ട്രെസ്സ് തന്നെ അയാൾക്ക് വളരെ ലെവൽ കൂട്ടിയെടുക്കാം, കുറച്ചും എടുക്കാം. അയാൾ ചിന്തിക്കുകയാണ്, യെസ്, എനിക്ക് ഈ ജോലി കിട്ടിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഞാൻ അടുത്ത ഇൻ്റർവ്യൂ നോക്കും, ഇതല്ല ലാസ്റ്റ്, ഇതോടെ ഈ ലോകം തീരുന്നില്ല എന്ന് ചിന്തിച്ചാൽ അയാളുടെ സ്ട്രെസ്സ് ഒറ്റയടിക്ക് കുറയും. നേരെ മറിച്ച് അയാൾ ചിന്തിക്കുകയാണ്, ഞാൻ എത്രയോ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, അതൊക്കെ പരാജയപ്പെട്ടു, ഇത് ലാസ്റ്റ് ഇൻ്റർവ്യൂ, ഇതിലും പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജീവൻ തന്നെ ഒടുക്കും എന്നാണ് അയാൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഈ സ്ട്രെസ് എന്തായിരിക്കും അയാൾക്ക് ഉണ്ടാക്കുക? വളരെയധികം പ്രഷർ ഉണ്ടാക്കുകയും അയാൾ ആത്മഹത്യയിലേക്ക് എത്തിപ്പെടുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, സ്ട്രെസ്സിനെ നമ്മൾ നേരിടുന്ന രീതിയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് അർത്ഥം. മാത്രമല്ല, ചിലപ്പോൾ സ്ട്രെസ്സിനെ നേരിടാനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ കപ്പാസിറ്റി കൂട്ടേണ്ടി വരും. അതേപോലെ റിസോഴ്സസ് ഉണ്ടാവില്ല, അപ്പോൾ റിസോഴ്സസും കൂട്ടേണ്ടി വരും. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഒരു കുട്ടി, ആ കുട്ടി പഠിക്കുകയാണ്. അപ്പോൾ ആ കുട്ടീൻ്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ +2-ൽ 600 മാർക്കിൽ ഒരു 590 മാർക്ക് കിട്ടണമെന്നാണ്. അപ്പോൾ അതിനുള്ള കപ്പാസിറ്റി ആ കുട്ടിക്ക് ഉണ്ടെങ്കിൽ, അതിനുള്ള റിസോഴ്സസും ആ കുട്ടിക്ക് ഉണ്ടെങ്കിൽ സ്ട്രെസ് ഉണ്ടാവില്ല. നേരെ മറിച്ച് ആ കുട്ടിക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിലോ സ്ട്രെസ് അനുഭവിക്കും. ഇതെങ്ങനെ ആ കുട്ടി മനസ്സിലാക്കാം? തൊട്ടു മുമ്പത്തെ മോഡൽ എക്സാമിലോ മറ്റോ മാർക്ക് കുറയാണെങ്കിൽ ആ കുട്ടി ചിന്തിക്കും, എൻ്റെ കപ്പാസിറ്റി അത്രത്തോളം ഇല്ല, എനിക്ക് കിട്ടൂല. പക്ഷേ എക്സ്പെക്റ്റേഷൻ ഒട്ടും കുറച്ചിട്ടില്ല. എക്സ്പെക്റ്റേഷൻ അങ്ങനെ തന്നെയാണ്, എനിക്ക് കിട്ടിയേ തീരും. അതോടെ ഈ ഒരു ഗ്യാപ്പ് വരും. ഈ ഗ്യാപ്പ് ഇവരെ സ്ട്രെസ്സിലേക്ക് നയിക്കും. ഒന്നും എന്ത് ചെയ്യണം? എനിക്ക് മാർക്ക് കുറഞ്ഞാലും കുഴപ്പമില്ല, കിട്ടുന്ന മാർക്ക് മതി എന്ന ചിന്ത എത്തണം. അല്ലെങ്കിൽ ഇവരുടെ കപ്പാസിറ്റി കൂട്ടണം. കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നിരന്തരം പരിശീലനം നടത്തിയാൽ മതി. അതായത് പഠിക്കുന്ന കാര്യത്തിൽ കുട്ടി ചിന്തിക്കുക, ഞാൻ മാക്സിമം ട്രൈ ചെയ്യും, എനിക്ക് പറ്റുന്ന എല്ലാ ചാപ്റ്ററും വൃത്തിക്ക് പഠിക്കും, ബാക്കി എൻ്റെ കയ്യിലല്ല എന്ന് ചിന്തിച്ചാൽ അപ്പോൾ സ്ട്രെസ് കുറയും. നേരെ മറിച്ച് നമ്മൾ പെർഫോമൻസ് ചെയ്യുന്നില്ല, അതായത് പഠിക്കുന്നുമില്ല, പ്രതീക്ഷ അതുപോലെ നിലനിർത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ആകെ സ്ട്രെസ്ഡ് ആവും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ എക്സ്പെക്റ്റേഷൻ പല ഘട്ടങ്ങളിലും സ്ട്രെസ് ഉണ്ടാക്കുന്ന അർത്ഥം. മാത്രവുമല്ല, എക്സ് ഡോട്ട്സൺ ലോ എന്നൊരു നിയമമുണ്ട്. ആ നിയമത്തിൽ പറയുന്നത്, നമ്മൾ സ്ട്രെസ് ഇങ്ങനെ കൂടുന്ന സാഹചര്യത്തിൽ നമ്മുടെ പെർഫോമൻസ് കുറയുമെന്നാണ്. പണ്ട് സച്ചിൻ ടെണ്ടുൽക്കറെ കളിയാക്കാറുണ്ടായിരുന്നു, അദ്ദേഹത്തിന് 90കൾ എത്തിക്കഴിഞ്ഞാൽ ഔട്ടാവാൻ സാധ്യതയുണ്ട് എന്ന്. അദ്ദേഹം 100 സെഞ്ചുറി അടിച്ച ആളാണ് കേട്ടോ. എന്നാലും പല ആൾക്കാരും അങ്ങനെ പറയാറുണ്ടായിരുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് ഉത്തരം പറയുന്നത് 100 കോടി ആൾക്കാർ അദ്ദേഹത്തിൻ്റെ സെഞ്ചുറി പ്രതീക്ഷിച്ചിരുന്നു എന്നാണ്. മറ്റുള്ളവരുടെ സെഞ്ചുറി പോലെയല്ല, ഇദ്ദേഹം സെഞ്ചുറി അടിക്കുമ്പോൾ ആൾക്കാർ ഒന്നും കൂടി ഡീപ്പായിട്ട് അത് ശ്രദ്ധിക്കും. ആ ഒരു പ്രതീക്ഷ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഇദ്ദേഹം ഒന്നും കൂടി ശ്രദ്ധിക്കും. അപ്പോൾ പെർഫോമൻസ് കുറയും, അങ്ങനെ ഔട്ടാവുമെന്നാണ് പറയാറ്. ഏതുമാവട്ടെ, ഞാനൊരു തർക്ക വിഷയത്തിന് നിൽക്കുന്നില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, സ്ട്രെസ് എന്ന് പറയുന്നത് മാറുന്നൊരു സാഹചര്യമായി പൊരുത്തപ്പെടാൻ നമ്മുടെ മനസ്സിനോ ശരീരത്തിനോ പറ്റാത്തൊരു സാഹചര്യമാണ്. അതിനുള്ള റിസോഴ്സസ് ഇല്ല, അതിനുള്ള കപ്പാസിറ്റി ഇല്ല. മാത്രവുമല്ല, ഡിമാൻഡ് വളരെ കൂടുതലാണ്. ഈ ഒരു സാഹചര്യം നമുക്ക് താങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ അപ്പോൾ നമുക്ക് എന്തുണ്ടാവും? സ്ട്രെസ് ഉണ്ടാവും. ഇനി സ്ട്രെസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അത് ഒരുപാട് സമയം നീണ്ടു നിന്ന് കഴിഞ്ഞാൽ അത് അക്യൂട്ട് സ്ട്രെസ്സായിട്ട് മാറും. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തകർത്ത് കളയും. ചിലപ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമ്മൾ ബോധം കെട്ടി വീഴുന്ന അവസ്ഥ വരെ ഉണ്ടാവും. പിന്നെ സ്ട്രെസ്സ് കുറക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? സ്ട്രെസ്സ് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഒന്ന്, നമ്മളെ റിസോഴ്സസ് കൂട്ടാം, അല്ലെങ്കിൽ കപ്പാസിറ്റി നമ്മൾ മാക്സിമം ഉണ്ടാക്കാം.
കപ്പാസിറ്റി ഉണ്ടാക്കിയാലും കുഴപ്പമില്ല, നമ്മളെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ചിന്തിച്ചാലും ആലോചിച്ചാലും മതി. മാത്രവുമല്ല നമ്മളെ പെർസെപ്ഷൻ മാറ്റിയാൽ മതി. ഇതൊക്കെ പോട്ടെ, പലപ്പോഴും സ്ട്രെസ് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് അരക്ഷിതാവസ്ഥ, ഒരു അനിശ്ചിതാവസ്ഥയുള്ള സമയത്താണ്. അതായത് കൃത്യമായി നമുക്കൊരു ധാരണയില്ലാത്ത ഘട്ടത്തിൽ. എന്നോട് ഈ അടുത്തൊരു സുഹൃത്ത് പറഞ്ഞ സംഭവം പറയാം. അദ്ദേഹം ജോലി കഴിഞ്ഞ് മടങ്ങുകയാണ്. അപ്പോൾ ജോലി അരമണിക്കൂർ മുമ്പ് അദ്ദേഹം നിർത്തി, എന്നിട്ട് വീട്ടിലേക്ക് മടങ്ങുകയാണ്. ആ സമയത്ത് ബോസ് വിളിച്ചു, എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഈ വീട്ടിലേക്ക് എത്താറായി. നീ ഇത്രയും പെട്ടെന്ന് ജോലി നിർത്തിയോ എന്ന് ചോദിച്ചു. എന്നിട്ട് ഫോൺ കട്ട് ചെയ്തു. ഈ സമയത്ത് അദ്ദേഹത്തിന് വല്ലാത്തൊരു ആൻസൈറ്റി ഫീൽ ചെയ്തു. തിരിച്ചു വിളിച്ച് എടുക്കുന്നില്ല. സ്വാഭാവികമായിട്ടും തൻ്റെ കൺട്രോളിൽ കാര്യങ്ങളില്ല. മാത്രവുമല്ല തനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, കൃത്യമായൊരു ധാരണ ഒന്നുമില്ല. ആകെ ഒരു അപ്സെറ്റായി. പല ചിന്തകൾ കടന്നുപോയി. എൻ്റെ ജോലി തെറിക്കുമോ, എന്നെപ്പറ്റി മോശമായി ചിന്തിക്കുമോ, ഈ ബോസ് എന്നെ പുറത്താക്കുമോ, അങ്ങനെ പല പല ചിന്തകൾ. അപ്പോൾ ഈ ചിന്തകൾ മാറ്റാൻ വേണ്ടി അദ്ദേഹം ചെയ്ത ഒരു പ്രവൃത്തി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, പോന്നങ്ങ് പോട്ടെ, ഈ ജോലി മാത്രമല്ലല്ലോ, പടച്ചോൻ എനിക്ക് വേറെ നല്ല ജോലി തരും എന്നൊരു ചിന്ത കൊണ്ടുവന്നപ്പോൾ ഒറ്റയടിക്ക് സ്ട്രെസ്സ് പോയി എന്ന്. അതായത് സ്ട്രെസ് ഉണ്ടാക്കുന്ന സംഭവം അയാൾ താഴത്ത് എടുത്തു വെച്ചതോടെ അയാളെ മൈൻഡ് ഫ്രീ ആയി. അപ്പോൾ സ്ട്രെസ്സിന് അങ്ങനെ പ്രത്യേകത, പെർസെപ്ഷൻ മാറ്റിക്കഴിഞ്ഞാൽ തന്നെ സ്ട്രെസ്സ് കുറയും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഞാൻ പലപ്പോഴും ആലോചിക്കുന്നൊരു കാര്യമാണ്, ഡിഫറൻ്റ്ലി ഏബിളായ കുട്ടികളുടെ മാതാപിതാക്കൾ, ഇവർക്ക് ദൈവ ചിന്ത, പടച്ചോനിലെ ചിന്ത കുറച്ച് കൂടുതലായിരിക്കും. എന്തുകൊണ്ട്? കാരണം ഈ കുട്ടികളെ റെഡിയാക്കി എടുക്കാൻ ഇവർക്ക് പറ്റൂല. അപ്പോൾ ഇവർ പടച്ചോനിലെ ഏൽപ്പിക്കുമ്പോൾ ഇവരെന്ത് ചെയ്യും? ഇവരുടെ അരക്ഷിതാവസ്ഥ മാറുകയും ചെയ്യും. ഇവരെ സംബന്ധിച്ച് അതിൽ തൃപ്തിപ്പെടാൻ പറ്റുകയും ചെയ്യും. പടച്ചോന് എനിക്ക് ഇങ്ങനെയാണ് വിധിച്ചത് എന്ന് പറഞ്ഞ് ആ സ്ട്രെസ്സിനെ ഒറ്റയടിക്ക് അവരെന്ത് ചെയ്യും? ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് സ്ട്രെസ്സിനെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുക. വീണ്ടും കാണാം. നന്ദി.